നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറാനെ വേൾഡ് കപ്പിൽ നിന്നും മാറ്റി പകരം ഇറ്റലിയെ കളിപ്പിക്കണം. 4 കപ്പുള്ളോരാ, അത് മതി വേൾഡ് കപ്പ് കളിക്കാൻ. ആരാ പറയുന്നത്? ഡൊണാൾഡ് ട്രംപിൻ്റെ എൻവോയ്. എൻവോയ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ദൂതൻ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിലും പ്രത്യേക പ്രതിനിധി എന്ന് കണ്ടാൽ മതി. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ എൻവോയ് ആണ് ഇത് പറയുന്നത്. നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അത് ന്യൂയോർക്ക് ടൈംസും ടൈംസ് ഓഫ് ഇസ്രായേലും അതുപോലെ മറ്റെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇറാനെ മാറ്റി പകരം ഇറ്റലിയെ കളിപ്പിക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ ഇന്നലെ വിശദമായിട്ട് കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ പറഞ്ഞ എൻവോയി ഒരു ഇറ്റാലിയൻ വംശജനാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെയാണ് അയാളത് വെറുതെ പറഞ്ഞതല്ല. താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോടും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സാമ്പോളി എന്നു പേരുള്ള അയാൾ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇറ്റാലിയൻ സ്പോർട്സ് മിനിസ്റ്റർ. ഇറ്റാലിയൻ സ്പോർട്സ് മിനിസ്റ്റർ കൃത്യമായിട്ട് പറയുന്നു, ഇത് സംഭവിക്കുന്ന കാര്യമല്ല, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ നടക്കേണ്ടതാണ്. ക്വാളിഫിക്കേഷൻ ഈസ് ഓൺ ദി പിച്ച്. ഇറ്റലീസ് possible requalification for the 2026 World Cup is firstly not possible and secondly not appropriate. അത് സാധ്യവുമല്ല, അത് ശരിയായ വഴിയുമല്ല എന്ന് ഇറ്റാലിയൻ സ്പോർട്സ് മിനിസ്റ്റർ ആൻഡ്രിയ അബോഡി ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ നോക്കുക, വെളിവുള്ളവരുണ്ട്, അല്ലാതെ എന്തെങ്കിലും അങ്ങ് ചെയ്യുകയല്ല. കളിക്കളത്തിൽ തോറ്റൊരു ടീമിനെ പിന്നെ വേൾഡ് കപ്പ് കളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് ക്വാളിഫിക്കേഷൻ നേടിയൊരു ടീമിനെ ഒഴിവാക്കുകയും വേണമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അസുഖമാണല്ലോ. അപ്പോൾ അതിനെതിരെ തന്നെ ഇപ്പോൾ ഇറ്റാലിയൻ സ്പോർട്സ് മിനിസ്റ്റർ തന്നെ വരുന്നു. ആൻഡ്രിയ അബോഡി വളരെ കൃത്യമായിട്ട് പറയുന്നത് സംഭവിക്കരുത്, ഈ പ്രപ്പോസൽ വുഡ് ആൻഡ് ഷുഡ് നോട്ട് ഹാപ്പൻ, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നു. ഏതായാലും നിലവിൽ ഫിഫക്ക് അത്തരമൊരു നീക്കമില്ല. ഇറാനെ മാറ്റി ഇറ്റലിയെ കളിപ്പിക്കാനുള്ളൊരു നീക്കവും നടക്കുന്നില്ല എന്ന് ബെൻ ജേക്കബ്സിനെ പോലെയുള്ള ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ കൃത്യമായിട്ട് പറയുന്നു. അതേസമയം ഇറാൻ്റെ ആവശ്യം US-ൽ നിന്ന് കളി മാറ്റി പുറത്ത് നടത്തണം, അല്ലെങ്കിൽ മെക്സിക്കോയിലേക്ക് തങ്ങളുടെ കളി മാറ്റണം, അത് നടക്കുകയുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.